ആയിരക്കണക്കിന് കിലോ അവിലാണ് ഇത്തവണ കോഴിക്കോട് നഗരത്തിലെ ശോഭായാത്രയിൽ പ്രസാദ വിതരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. അവിലും ശർക്കരയും ചേർത്തുള്ള പ്രസാദം ശോഭായാത്രയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളിൽ ഒന്നാണ്. കഴിഞ്ഞ 47 വർഷം തുടർച്ചയായ അവിൽപ്പൊതി തന്നെയാണ് ഇവിടെ പ്രസാദമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മഹാനഗരത്തിലെ ശോഭായാത്ര സമാപിക്കുന്നത് മുതലക്കുളം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന് സമീപത്ത് ഒരുക്കിയിട്ടുള്ള അമ്പാടിയിലാണ്. അവിടെ ശോഭായാത്രയിൽ പങ്കെടുക്കുന്നവർക്കുള്ള പ്രസാദ വിതരണം നടക്കും. ഇതിനു പുറമെ വൃദ്ധസദനങ്ങൾ, ബാലികാ സദനങ്ങൾ തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിലും പ്രസാദം വിതരണം ചെയ്യും. ഇവിടേക്കുള്ള പ്രസാദ വിതരണം പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ രാവിലെ മുതൽ തന്നെ ആരംഭിക്കും. ലക്ഷക്കണക്കിന് പേർക്കാണ് പതിവ് പോലെ ഇത്തവണയും പ്രസാദം തയ്യാറാക്കിയിരിക്കുന്നത്. 3 ദിവസം നീണ്ടുനിന്ന ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് 100 കണക്കിന് വരുന്ന അമ്മമാരാണ്. ഞങ്ങളുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ അമ്പാടിയിലൊരു സന്തോഷം പോലെയാണ് ഞങ്ങൾക്കിത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ കൊല്ലം എനിക്ക് എൻ്റെ ഭർത്താവ് മരിച്ചേരം വരാൻ പറ്റിയ, പക്ഷെ അതുകൊണ്ട് ഇക്കൊല്ലം ഞാൻ എന്നെ കൂടുതൽ മൂപ്പരുടെ ഇതെന്നെ പ്രേരിപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഏറ്റവും രാവിലെ വന്നിരിക്കണു. വന്നിട്ട് രാവിലെ തുടങ്ങിയതാണ്. ഇതേ ഇരിപ്പിരുന്നിട്ട് ഞാൻ നിറയ്ക്കണത്. ഇനി അടുത്ത കൊല്ലം വരെ ഞങ്ങൾ കാത്തിരിക്കും ഇതേ അനുഭവം വരാനായിട്ടും. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ഈ അമ്പാടിയിലത്തെ സംഭവം. ഇതും കോഴിക്കോട് മഹാനഗരത്തിൽ മാത്രം 15 കേന്ദ്രങ്ങളിലായാണ് പ്രസാദം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത്തവണ 1000-ലധികം ശോഭയാത്രകളാണ് ജില്ലയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജനം, കോഴിക്കോട്.